പക്ഷേ കേരളം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സൊസൈറ്റിയാണെന്ന് നമുക്കറിയാം. മലബാറിലേക്ക് വന്നാൽ അവിടുത്തെ മൈനോറിറ്റി അങ്ങേയറ്റം ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സിനാരിയോയെ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവിടെ തന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം, നിങ്ങൾ വെറുപ്പിൻ്റെ വിപണികളെ സംരക്ഷിക്കുന്ന സർക്കാരാണിത്. നിങ്ങൾ RSS ബന്ധുക്കളായ ഉദ്യോഗസ്ഥരെ പരമോന്നത പദവികളിൽ അവരോധിക്കുന്നവരാണ്, പൂരം കലക്കിയവരെ സംരക്ഷിക്കുന്നവരാണ് എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് അവിടെ ഒരാൾ ഇറങ്ങിപ്പോവുകയും ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒന്നാമത് മറുപടി പറയേണ്ടി വരും. അല്ലാതെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഞങ്ങളുണ്ടാക്കിയ പാലങ്ങളുടെ റോഡുകളുടെ എണ്ണം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നത്തെ മറികടക്കാൻ പറ്റില്ല. സോ അതിന് നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവില്ല എന്നുള്ളത് നിങ്ങളെ തുടക്കത്തിൽ തോൽപ്പിച്ച് കളയുന്നില്ലേ ശ്രീ പത്മാക്ഷൻ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഒന്ന്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ 2-3 രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഇപ്പോൾ മുനമ്പം പ്രശ്നം പറഞ്ഞു. മുനമ്പം പ്രശ്നത്തിൽ BJP നടത്തിയിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫലം എന്താണ്, പരിണാമം എന്താണ്? കേന്ദ്രമന്ത്രി റിജിജു തന്നെ കേരളത്തിൽ വന്ന് മുനമ്പം നിവാസികൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും, സുപ്രീം കോടതി വരെ കയറേണ്ടി വരും എന്ന് വ്യക്തമാക്കിയതോടുകൂടി ആ തെറ്റിദ്ധാരണ മാറിയല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തിരിച്ചറിവുണ്ടായല്ലോ. ഇപ്പോൾ സമരസമിതിയുടെ സംസ്ഥാന കൺവീനർ തന്നെ മുഖ്യമന്ത്രിയെ സമീപിക്കണം, സംസ്ഥാന ഗവൺമെൻറ്റിനെ സമീപിക്കണം, സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന നിലയിൽ പരസ്യമായ നിലപാടെടുത്തല്ലോ. അപ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തി അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് എടുത്തുള്ള നിലപാട് ആർക്കാണത് ബോധ്യമാവാത്തത്? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇവരെ സന്ദർശിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നിയമസഭയ്ക്കകത്ത് എടുത്ത നിലപാടില്ലേ? അവിടെ കയ്യേറ്റക്കാരാണ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ നേതാവല്ലേ നിയമസഭയ്ക്കകത്ത്? ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ? ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളിലെല്ലാം ഇടതുപക്ഷം സ്വീകരിച്ച ശരിയായ നിലപാട് ബോധ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ ഒരു 3-ാം ഊഴം ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന് ശശി തരൂരിനെ പോലെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ പരിണതപ്രജ്ഞരായ നേതാക്കന്മാർ, പ്രഗത്ഭരായ നേതാക്കന്മാർ പരസ്യമായി പ്രതികരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുബോധമായി മാറിയത്. ഇടതുപക്ഷത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ദീർഘകാലം KPCC പ്രസിഡന്റായ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് പോലും പരസ്യമായി പറയുന്ന സാഹചര്യം അതെങ്ങനെയാണ് LDFന് പ്രതികൂലമാവുക? അപ്പോൾ LDFന് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നതാണ് വസ്തുത. പിന്നെ PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ പരിശോധന നടത്തി അതിൻ്റെ വസ്തുതകൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കും എന്ന് സംസ്ഥാന ഗവൺമെൻറ്റും LDFും വ്യക്തമാക്കിയതാണ്. ആ നിലയിലുള്ള പരിശോധന നടന്നല്ലോ. അങ്ങനെ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാം മാറിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ പീക്ക് ടൈമിലല്ലേ നിലമ്പൂരിൽ PV അൻവറിൻ്റെ എല്ലാ ഇടപെടലും ഉണ്ടായത്? എന്നിട്ട് ഇടതുപക്ഷം ആരെങ്കിലും പോയോ? CPM ആരെങ്കിലും പോയോ? CPM ആകെ ഒലിച്ചു പോയോ? നേരത്തെ PV അൻവർ 2016 വന്ന സമയത്ത് വലിയ പ്രശ്നത്തെ അതിജീവിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞവരാണല്ലോ ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മാത്രമാണെങ്കിൽ 2016 മുമ്പും PV അൻവർ ഉണ്ടല്ലോ, അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. വ്യക്തിപ്രഭാവം മാത്രമാണ് അടിസ്ഥാനമെങ്കിൽ അന്ന് വിജയിക്കണ്ടേ? തീർച്ചയായിട്ടും വ്യക്തികളുടെ സംഭാവനയും അവരുടെ സുഹൃത്തുബലയും ഒക്കെ ഉണ്ടാവും, വസ്തുതയാണ്. അതൊന്നും ഇപ്പോൾ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ 2016 വിജയത്തിനുൾപ്പെടെ PV അൻവറിൻ്റെ വിജയത്തിനുൾപ്പെടെ അടിസ്ഥാനമായത് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയമായ നിലപാടുകളും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളും ആണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതേ സാഹചര്യമല്ലല്ലോ 2021 ഉണ്ടായത്. അപ്പോഴും PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴും അദ്ദേഹം തികഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് വിജയം ഉണ്ടാവുകയാണല്ലോ ചെയ്തത്.